നമസ്കാരം. പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിർത്തിക്കൊണ്ടാണ് ഇറാന് നേരെ അതിശക്തമായ യുദ്ധപ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു സൈനിക നീക്കത്തിന്റെ കൃത്യമായ തീയതിയും സമയവും പരസ്യപ്പെടുത്തിയാണ് ട്രംപ് തന്റെ പടയൊരുക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തില്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ ഇറാന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും മേൽ US സൈന്യം അതിശക്തമായ ആക്രമണം തുടങ്ങുമെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആക്രമണ സമയം കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. സാധാരണഗതിയിൽ സൈനിക നീക്കങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാറുള്ള അമേരിക്കൻ പതിവുകളിൽ നിന്ന് വിഭിന്നമായി ശത്രുവിനെ മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് സമയം മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊരു വെറും സൈനിക നീക്കമല്ല, മറിച്ച് ഇറാൻ ഭരണകൂടം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും കഠിനമായ ശിക്ഷാ നടപടിയായിരിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ പവർ സ്റ്റേഷനുകൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, പ്രധാന പാലങ്ങൾ എന്നിവ തുടച്ചു നീക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറാൻ ജനത ഈ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഭരണകൂടത്തെ പേടിച്ചാണ് അവർ നിശബ്ദരായിരിക്കുന്നതെന്നും വിചിത്രമായ അവകാശവാദവും ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഈ നീക്കവുമായി ബന്ധിച്ച് ചരിത്രങ്ങൾ തിരയുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിലെ നഗരങ്ങളിൽ ആറ്റം ബോംബ് ഇടുന്നതിന് മുൻപ് അമേരിക്ക ലക്ഷക്കണക്കിന് ലഘുലേഖകൾ ആകാശത്ത് നിന്ന് വിതറിയിരുന്നു. ഉടൻ തന്നെ കീഴടങ്ങുക അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് നാശം വരും എന്നായിരുന്നു അതിലെ മുന്നറിയിപ്പ്. കൃത്യമായ സമയം പറഞ്ഞില്ലെങ്കിലും വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അവർ ശത്രുരാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ട്രംപിന്റെ ഈ നയതന്ത്രത്തിന് പിന്നിൽ പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആക്രമണത്തിന് മുൻപുള്ള സമയം ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെതാണ്. ഇത് സൈനികരുടെ വീര്യം തകർക്കുവാൻ സഹായിക്കും. കൂടാതെ ഇതൊരു നയതന്ത്ര വഴിയൊരുക്കൽ കൂടിയാണ്. സമയം പ്രഖ്യാപിക്കുന്നതിലൂടെ അവസാന നിമിഷം ഇറാന് കീഴടങ്ങാനോ ചർച്ചയ്ക്ക് വരാനോ ഒരു അവസരം കൂടി നൽകുകയാണ് ട്രംപ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തന്റെ രാജ്യത്തെ ജനങ്ങളോടും ലോകത്തോടും താൻ കൃത്യമായ പ്ലാനോട് കൂടിയാണ് നീങ്ങുന്നതെന്ന് കാണിക്കുവാനും ഇതിലൂടെ സാധിക്കും. ചരിത്രത്തിൽ പലപ്പോഴും ഇത്തരം ഡെഡ്ലൈനുകൾ യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇറാന്റെ കാര്യത്തിൽ ഇത് വലിയൊരു പോരാട്ടത്തിന് തുടക്കമിടുമോ എന്നാണ് ലോകം ഭയക്കുന്നത്. നിലവിലെ സംഘർഷങ്ങൾ പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ 6 ആഴ്ചകളിലായി മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ട്രംപിനെ പ്രകോപിപ്പിച്ചത് അമേരിക്കൻ വ്യോമസേനയുടെ F-15E വിമാനം ഇറാൻ വെടിവെച്ചിട്ടതാണ്. തകർന്നു വീണ വിമാനത്തിലെ ഉദ്യോഗസ്ഥന് സാഹസികമായ ഒരു ദൗത്യത്തിലൂടെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് രക്ഷപ്പെടുത്തിയിരുന്നു. 7000 അടി ഉയരത്തിലുള്ള ഇറാനിയൻ പർവ്വതനിരകളിൽ നിന്ന് 2 ദിവസം ഒളിവിലായിരുന്ന അദ്ദേഹത്തെ CIA സൈന്യത്തിന്റെയും സംയുക്ത നീക്കത്തിലൂടെയാണ് മോചിപ്പിച്ചത്. ഈ രക്ഷാദൗത്യത്തിനിടയിൽ തകരാറിലായ 2 US വിമാനങ്ങൾ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അമേരിക്ക തന്നെ സ്ഫോടനത്തിലൂടെ തകർത്തിരുന്നു. സ്വന്തം സൈനികന്റെ ജീവൻ അപകടത്തിലായതും വിമാനം തകർത്തതുമാണ് ട്രംപിനെ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. വൻകിട സൈനിക ശക്തിയല്ലാത്ത ഇറാൻ അമേരിക്കയും സഖ്യകക്ഷികളുമായി സമ്മർദ്ദത്തിലാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ഈ കടലെടുക്ക് തടയുക എന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 5-1, ഏകദേശം 20% ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ഹോർമൂസ് കടലെടുക്ക്. ഫെബ്രുവരി 28 മുതൽ ഇറാൻ ഈ കടലെടുക്ക് അടച്ചതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്നു. വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശത്രു കപ്പലുകളെയും അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെ ചരക്ക് നീക്കത്തെയും തടയുമെന്ന ഇറാന്റെ വാശിക്ക് ബോംബുകൾ കൊണ്ട് മറുപടി നൽകാനാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ടെഹ്റാനെയും കരാച്ചിനെയും ബന്ധിപ്പിക്കുന്ന ഇറാന്റെ അഭിമാനമായ B-1 പാലം US-ഇസ്രായേൽ സഖ്യം കഴിഞ്ഞ ദിവസം ബോംബിട്ട് തകർത്തത്. ഇത് ഇറാൻ ജനതയ്ക്കുള്ള ഒരു താക്കീതായിട്ടാണ് വാഷിംഗ്ടൺ കാണുന്നത്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇറാനും വഴങ്ങുന്ന മട്ടില്ല. അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബ് ആഞ്ഞടിക്കുന്നുണ്ട്. ഹോർമൂസ് കടലെടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിച്ചാൽ മേഖലയിലെ മുഴുവൻ എണ്ണവാതക പ്ലാന്റുകളും തകർക്കുമെന്നാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഗത്താലിബ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പവർ പ്ലാന്റ് ഭീഷണിക്ക് പിന്നാലെയാണ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് ഗത്താലിബ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നുകിൽ എല്ലാവർക്കും സുരക്ഷയും ഐശ്വര്യവും, അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന ഭീഷണിയാണ് അയാൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ട്രംപ് അസ്ഥിരമായ മാനസികാവസ്ഥയിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ലോകം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെയാണ്.
ഇറാന്റെ ദക്ഷിണ തീരത്തെ ബുഷഹർ ആണവ നിലയത്തിന് നേരെ ആക്രമണമുണ്ടായാൽ ഉണ്ടാവുന്ന റേഡിയോ ആക്റ്റീവ് വികിരണം ഗൾഫ് രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാംജി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് ഒരു പരിസ്ഥിതി ദുരന്തത്തിന് വഴിമാറുമെന്നും കുടിവെള്ള സ്രോതസ്സുകൾ വരെ മലിനമാക്കപ്പെടുമെന്നും അദ്ദേഹം ലോകരാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യുദ്ധഭീതി പടരുന്നതോടെ പശ്ചിമേഷ്യയിൽ ആകാശം വിമാനങ്ങൾക്കായി അടഞ്ഞുകിടക്കുകയാണ്. ഇസ്രായേലിലേക്കും ഇറാഖിലേക്കുമുള്ള മിക്കവാറും എല്ലാ സർവീസുകളും റദ്ദാക്കി കഴിഞ്ഞു. എയർ ഇന്ത്യ മെയ് 31 വരെ ഇസ്രായേൽ ഭാഗത്തേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ദുബൈ, ഖത്തർ തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളെയും ഈ സംഘർഷം ബാധിച്ചിട്ടുണ്ട്. യാത്രാ വിമാനങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് വിമാനങ്ങൾ സുരക്ഷിതമായ മറ്റു റൂട്ടുകളിലൂടെയാണ് ഇപ്പോൾ സർവീസുകൾ നടത്തുന്നത്. ഇത് യാത്രാ സമയം വർദ്ധിപ്പിക്കുകയും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ റഷ്യയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ മേലുള്ള ഉപരോധങ്ങൾ നീക്കി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് റഷ്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനും ഇറാന്റെ എണ്ണ സമ്പത്ത് കൈക്കലാക്കാനുമുള്ള ഗൂഢാലോചനയാണ് ട്രംപ് നടത്തുന്നതെന്ന് റഷ്യൻ വൃത്തങ്ങൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ താൻ നൽകിയ സമയപരിധിക്കുള്ളിൽ ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ്. അമേരിക്കൻ ഡ്രോണുകളുടെ ഒരു വൻ സന്നാഹം തന്നെ ഇപ്പോൾ ഇറാൻ തീരത്തിന് മുകളിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി ട്രംപ് പ്രഖ്യാപിച്ച ആക്രമണം നടന്നാൽ അത് ഒരു പ്രാദേശിക സംഘർഷമായി ഒതുങ്ങില്ലെന്ന് ഉറപ്പാണ്. ഇറാൻ തിരിച്ച് ഇസ്രായേലിനെയോ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയോ ആക്രമിച്ചാൽ അതൊരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കും. റഷ്യയോ ചൈനയോ ഇറാന് പിന്തുണയുമായി നേരിട്ട് രംഗത്തെത്തിയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ വഴിയൊരുങ്ങാൻ സാധ്യതയുണ്ട്. എണ്ണക്കിണറുകളുടെ നിയന്ത്രണം US ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള ഊർജ്ജ വിപണിയെ വരും വർഷങ്ങളിൽ തകിടം മറിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയ പ്രതിസന്ധിയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. യുദ്ധം പടർന്നാൽ അവരുടെ സുരക്ഷയും തിരിച്ചെത്തലും വലിയ വെല്ലുവിളിയാകും. ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വലിയൊരു ഭാഗവും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ രൂപമൂല്യവും ഇടിയാനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചാബഹാർ തുറമുഖം തകർക്കപ്പെട്ടാൽ അത് മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപാരത്തെയും ബാധിക്കും. വരും മണിക്കൂറുകൾ ലോകത്തിന് നിർണായകമാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് നൽകുന്ന സൂചനകൾ ഭീതിജനകമാണ്. ലോകം ഒരു മഹാദുരന്തത്തിലേക്ക് നീങ്ങുകയാണോ അതോ ഇതൊരു സമ്മർദ്ദതന്ത്രം മാത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ചൊവ്വാഴ്ച രാത്രി എന്ന് ട്രംപ് നിർണയിച്ചിരിക്കുന്ന സമയം അതിനിർണായകമാണ്. ആക്രമണം നടന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായേക്കാം. അല്ല, ഈ ഭീഷണി ഇറാൻ വഴങ്ങിയാൽ ട്രംപിന് അതൊരു വലിയ രാഷ്ട്രീയ വിജയമാകും. അതുമല്ലെങ്കിൽ ഈ നയതന്ത്ര നീക്കം വിജയിച്ചാൽ റഷ്യയുടെയോ ചൈനയുടെയോ ഇടപെടലിലൂടെ യുദ്ധം ഒഴിവാക്കപ്പെട്ടേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ട്രംപിന്റെ പ്രഖ്യാപനത്തോടൊപ്പം ലോകം ഇപ്പോൾ ഒരു സൂചി മുനയിലാണിപ്പോൾ. ഓരോ മിനിറ്റും ഗൾഫ് മേഖലയിലെ വാർത്തകൾക്കായി ലോകരാജ്യങ്ങൾ കാതോർത്തിരിക്കുകയാണ്. എണ്ണവില വർധനവും സാമ്പത്തിക മാന്ദ്യവും ഭയക്കുന്ന വികസ്വര രാജ്യങ്ങൾ ഈ യുദ്ധം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നിരുന്നാലും യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നം മാത്രമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.